2024 പാരീസ് ഒളിമ്പിക്സ് ബോക്സിംഗിൽ ഇറ്റലിയുടെ ഏഞ്ചലെ കരീനയും അൾജീരിയയുടെ ഇമാനെ ഖലീഫും തമ്മിൽ എന്തായിരുന്നു വിവാദം? പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പ്രവേശിച്ച് വെറും 44 സെക്കൻഡ് മാത്രം പിന്നിട്ടപ്പോൾ ഇറ്റലിയുടെ ഏഞ്ചലി കരീനി മത്സരത്തിൽ നിന്നും പിന്മാറുകയാണുണ്ടായത്. എന്തായിരുന്നു ഈ മത്സരത്തിൽ നിന്നും പിന്മാറിയതിൻ്റെ പിന്നിലുള്ള കാരണം? തനിക്കേറ്റ ശക്തമായ പ്രഹരമായിരുന്നില്ല കാരണം, മറിച്ച് തൻ്റെ എതിരാളിയായിട്ടുള്ള അൾജീരിയയുടെ ഇമാനെ ഖലീഫ് വനിതാ വിഭാഗം ബോക്സിങ്ങിന് യോഗ്യത ഇല്ല എന്നായിരുന്നു കരീനയുടെ വാദം. ഇമാനെ ഖലീഫിന്റെ ജെൻഡർ തർക്കം എന്തുമാകട്ടെ, പക്ഷേ 2024 പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന വേദിയിൽ LGBTQ പൊളിറ്റിക്സിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അവരുടെ തുടക്കം. അവരുടെ ഈ തിയറി അനുസരിച്ച് തന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീയാണെന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്തു വന്നാൽ അവനെ സ്ത്രീയായിട്ട് അംഗീകരിക്കണം എന്നുള്ളതാണ് ഇവരുടെ LGBTQ പൊളിറ്റിക്സ്. പിന്നെ എങ്ങനെയാണ് അവരുടെ ഈ വാദമനുസരിച്ച് ഇമാനെ ഖലീഫ് ഒരു പുരുഷനാണെന്ന് അവർക്ക് വാദിക്കാൻ കഴിയുക? ഇവിടെയാണ് ഇസ്ലാം ഈ പ്രത്യയശാസ്ത്രത്തെ എതിർക്കുന്നത്. കാരണം ഓരോ വിഭാഗവും അവരുടെ സ്വത്വത്തെ തന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ ഒളിമ്പിക്സിൽ നടന്നത്.